പ്രിയപ്പെട്ട ചിന്നദളപതി, തെറ്റുകാരാരായാലും ഒന്നോർക്കണം, വിജയ് എന്ന നടനെ സ്നേഹിച്ചവരായിരുന്നു അന്ന് ആ തെരുവിലേക്ക് വന്നവർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടവർക്ക് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ജീവൻ പൊലിഞ്ഞവർ, അവരുടെ ബന്ധുക്കൾ, അവരോ? ശ്വാസം കിട്ടാതെ മരിച്ചവർ 25, അതിൽ കൈക്കുഞ്ഞും എന്തിനും മിണ്ടാപ്രാണികളും വരെയുണ്ട്. 10 പേർ മരിച്ചത് വാരിയലുകൾ അടക്കം ചവിട്ടി നുറുക്കിയ നിലയിൽ. കഴുത്തിലെ അസ്ഥികൾ ഒടിഞ്ഞു തകർന്ന പൈതങ്ങൾ. നിങ്ങളുടെ രാഷ്ട്രീയം അറിഞ്ഞു വന്നവരല്ല ഇവരാരും. അന്ധമായ താരാരാധന, അതും കുട്ടികൾക്ക് ധാരണയില്ലാത്തത്. നിങ്ങളെ സ്നേഹിക്കുന്നവർ ജനകോടികൾ ഉണ്ടെന്ന ഉറപ്പിന്മേൽ അവർ രാഷ്ട്രീയത്തിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരല്ല. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഘോരം വിമർശിച്ച് കയ്യടി നേടിയപ്പോ ഒന്നോർക്കണം, രാജ്യത്തെ ശത്രുവിന്റെ തോക്കിൻ മുനിയിൽ നിന്ന് സംരക്ഷിക്കുന്ന, നാട് കാക്കുന്നവരുടെ നന്മകളെ വെറുതെ തെരുവിലെ ചവറാക്കി പരിഹസിക്കരുത്. രാഷ്ട്രീയം എന്തുമാവട്ടെ, പെണ്ണിനും കുഞ്ഞുങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് തമിഴകം കാക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ബസ് യാത്ര ഫ്രീ, ചികിത്സ ഫ്രീ, കുട്ടികൾക്ക് +2 വരെ ഫ്രീ വിദ്യാഭ്യാസം. ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഇന്ത്യ. മലർന്നു കിടന്ന തുപ്പല്ലേ സിനിമാക്കാരെ? നിങ്ങൾ പോയി ഡയറക്ടർ പറയുന്ന പോലെ ചെയ്ത് കയ്യടി വാങ്ങി കാശും വാങ്ങി വീട്ടിൽ പോയിരിക്കുക. പാവങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാതെ. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ തൊണ്ടക്കുഴി വറ്റു വരണ്ടവരെ കൊണ്ട് വെള്ളം ബോട്ടിലിന്റെ പാട്ട് പാടിച്ച് നൃത്തം ചെയ്യാതെ കാരവാന്റെ മുകളിൽ നിന്ന് പ്ലീസ്.